മൂക്കിൽ നിന്ന് ചോര വന്ന് വാഷ് ബേസിനിൽ ചോര വീഴുന്നു, പിന്നെ ബ്ലഡ് ക്യാൻസറാണ്. അതെല്ലാം നമ്മൾ മൂവികളിലൊക്കെ, നമ്മൾ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ഒരു ഭീകരമായ ഒരു ഇതുണ്ടാക്കുന്നത്. പക്ഷെ സാധാരണഗതിയിൽ നമുക്കൊരു 80 അല്ലെങ്കിൽ 90% പ്രശ്നങ്ങളും വലിയ കുഴപ്പമില്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് മൂക്കിൽ നിന്ന് ചോര വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ കാണുന്നത് കുട്ടികളിലാണ്. കുട്ടികളിൽ മൂക്കിൽ ചോര വരുന്നത് നമ്മൾ എപ്പിസ്റ്റാക്സിസ് എന്ന് പറയും, അതാണ് അതിൻ്റെ മെഡിക്കൽ ടേം. അപ്പോൾ ആ ഒരു മൂക്കിൽ നിന്ന് ചോര വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സ്ഥിരമായി വരുന്ന ജലദോഷം. നമ്മൾ മൂക്കിൽ വിരലിട്ട് കഴിഞ്ഞാൽ ആ മൂക്കിൻ്റെ ഏറ്റവും മുന്നിലത്തെ ഭാഗത്ത് 3-4 രക്തക്കൊള്ളുകൾ ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ കുട്ടികൾ മൂക്കിൽ പൊറ്റ വരുമ്പോൾ അത് കിള്ളിക്കളയാം. കുട്ടികൾ മാത്രമല്ല, മുതിർന്ന ആൾക്കാരാണെങ്കിലും വിരലിടുക. അപ്പം അതുകൊണ്ടൊക്കെ ചോര വരാം. അപ്പോൾ അതൊക്കെയാണ് യൂഷ്വൽ കാരണങ്ങൾ കുഞ്ഞുങ്ങളിലോ അല്ലെങ്കിൽ കാണുന്നത്. കുട്ടികളുടെ ഇതിലാണ് പലപ്പോഴും ആൾക്കാർ വളരെ ഭയചകിതരായിട്ട് ഓടി വരുന്നത് കാണാറുള്ളത്. അപ്പം മിക്കവാറും നമ്മളിതിനകത്ത് 2 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് നമ്മൾ നോക്കുന്നത്. മൂക്കിലായിട്ട് എന്തെങ്കിലും ലോക്കൽ, അതായത് അവിടെ ലോക്കൽ ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. രണ്ടാമതായിട്ട് ബ്ലഡിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ കൊണ്ടും നമുക്ക്, അതായത് നമ്മൾ രക്തം കട്ടം പിടിക്കുന്നതിനുള്ള വ്യത്യാസങ്ങൾ എന്തെങ്കിലും വരുന്നാൽ നമുക്ക് വരാം. ഇപ്പോൾ കുഞ്ഞുങ്ങളിലൊക്കെ ആണെങ്കിൽ ജന്മനാ ഉള്ള ചില പ്രശ്നങ്ങൾ, ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞാലും കൂടുതൽ ചോര പോകുന്ന അസുഖങ്ങൾ, അപ്പോൾ അതൊക്കെ നമുക്ക് മൂക്കിലും നിന്നും ചോര വരാം. നമുക്ക് മൂക്ക് അത്യാവശ്യം നല്ല രക്തയോട്ടമുള്ള സ്ഥലമാണ്. ഇപ്പോൾ നമ്മളൊരു മൂക്കിടിച്ചാലോ അല്ലെങ്കിൽ എന്ത് വന്നാലും ചോര പോകും, വീണാലോ ഒക്കെ മൂക്കിൽ നിന്ന് ഇഷ്ടംമാതിരി ചോര പോകും. പക്ഷേ വളരെ രക്തയോട്ടമുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഞരമ്പ് പൊട്ടി ചോര വരാനുള്ള സാധ്യത വരുന്നത്. നമ്മളിതിൻ്റെ ഒരു കാരണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഓരോ പ്രായത്തിനും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ ചെറുപ്പത്തിൽ വരുന്നതിന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കാരണങ്ങളായിട്ട് വരാവുന്നത്. പിന്നെ മുതിർന്ന ആൾക്കാരിൽ, ഒരു മധ്യവയസ്കരിൽ അല്ലെങ്കിൽ പ്രായമായവരിൽ വരുന്നത്. അപ്പോൾ നമുക്കതിനകത്ത് പല കാരണങ്ങളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലോക്കൽ കോസസ്, അതായത് അവിടെ മൂക്കിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ വിരലിടുന്ന ഇതൊന്നും അല്ലാതെ ഇപ്പോൾ നമ്മൾ മൂക്കിനകത്ത് ദശ വളരുന്നത്, സൈനസുകളിൽ ഇൻഫെക്ഷൻ വന്ന് മൂക്കിനകത്ത് പഴുപ്പ് വന്നിട്ട് അത് പൊട്ടി ചോര വരുന്നത്, മൂക്കിനകത്ത് ദശകളെന്ന് പറയുന്നത് ക്യാൻസർ മാത്രമല്ല അല്ലാത്ത രോഗങ്ങൾ കൊണ്ടും വരാം അതിനകത്ത്. അപ്പം പിന്നെ മുതിർന്നകളിൽ വരുന്ന വേറൊരു കാരണം ബ്ലഡിൽ വരുന്ന വ്യതിയാനങ്ങൾ. അതായത് ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ലിവർ സിറോസിസ് ഉള്ളൊരു വ്യക്തി, അതായത് നമ്മൾ രക്തം കട്ട പിടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ലിവറിലാണ്. അപ്പോൾ അങ്ങനത്തെ രോഗങ്ങളുള്ളവർക്ക് ചെറുതായിട്ട് മുറിഞ്ഞാലോ ഒന്ന് തുമ്മിയാലോ എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് അവിടെ നിന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് വരുന്നതിലും കൂടുതലായിട്ട് ബ്ലീഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും മരുന്നുകൾ, ബ്ലഡ് തിന്നേഴ്സ് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ, ഇപ്പോൾ നമ്മൾ ഹാർട്ടിന് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളപ്പം നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ, അപ്പോൾ അതൊക്കെ കഴിക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ എന്ന് വെച്ചാൽ വേറെ കാരണങ്ങൾ കൊണ്ട് വരുന്ന, അതായത് നമ്മൾ ശരീരത്തിലുള്ള സിസ്റ്റമിക് പ്രോബ്ലംസ് കൊണ്ട് വരുന്ന ബ്ലീഡിംഗ് ആണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ ഉള്ളത് വീഴ്ചകൾക്ക് ശേഷം, ഇപ്പോൾ എവിടെയെങ്കിലും തട്ടോ മുട്ടോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് ധാരാളമായിട്ട് ചോര പോകാം. മൂക്കിൽ എല്ലിന് പൊട്ടലുകൾ അല്ലെങ്കിൽ മൂക്കിനകത്ത് പൊട്ടലുകൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വളരെ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഒരു കാരണങ്ങൾ. അപ്പോൾ ഒരു മൂക്കിൽ ബ്ലീഡിംഗ് ആയിട്ടൊരു വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാരുടെ ഒരു ഭയം, ഇത് തലയിൽ നിന്ന് വരുന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും പേടിച്ചു പോകുന്നത്. സാധാരണ ഈ മൂക്കിൽ നിന്ന് ചോര വരുന്നത് മൂക്കിൽ തന്നെ ഞരമ്പ് പൊട്ടിയോ അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് തന്നെ വരുന്ന ബ്ലീഡിംഗ് ആണ്. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ എന്ന് പറയുന്നത് മൂക്കിനകം നോക്കും. നമ്മൾക്ക് പുറമേ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. മൂക്കിന് ഏകദേശം നമ്മൾ പുറകിലോട്ട് ഒരു 7-8 സെൻറ്റിമീറ്ററോളം നീളമുണ്ട്. അപ്പോൾ നമ്മൾ മുൻവശത്തുള്ള ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മൂക്കിനകം നമ്മൾ നേസൽ എൻഡോസ്കോപ്പി എന്ന് പറയും. അതായത് മൂക്കിൽ നമ്മൾ OP യിൽ തന്നെ മൂക്കിനകത്ത് മരുന്ന് വെച്ച് മൂക്കിനകം നോക്കുന്ന ഒരു ടെസ്റ്റാണത്, നേസൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്.